Alhamdulillah, Alhamdulillahi Rabbil Alameen. Allahumma salli ala Muhammadin wa ala ali Muhammad. നമുക്കിനി സൂറത്ത് ഹൂദിലെ 98-99 സൂക്തങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യഖ്ദുമു ഖൗമഹു യൗമൽ ഖിയാമത്തി ഫഔറദഹുമുൻ നാർ. وبئس الورد المورود وأتبعوا في هذه لعنة ويوم القيامة بئس الرفد المرفود. يقدم قومه, അയാളുടെ ജനതയെ നയിക്കുന്നു. ഫിറഔൻ യൗമൽ ഖിയാമ, അന്ത്യനാളിൻ്റെ അന്ന്, വിചാരണ നാളിൻ്റെ അന്ന്. ഫൗറദഹുമുൻ നാറ, ഫൗറദഹും, എന്നിട്ട് അവൻ അവരെ എത്തിക്കുന്നു അന്നാറ, നരകത്തിലേക്ക്. വബിഇസൽ വിർദു, എത്ര മോശമായ ചീത്തയായ വരവായിരിക്കും അത്, എത്തിക്കലായിരിക്കും അത്. അൽ മൗറൂദ്, ആ ലക്ഷ്യസ്ഥാനം, ലക്ഷ്യസ്ഥാനത്തേക്കുള്ള ആ ചെന്നുചേരൽ. വിർദ് എന്നാണ് എത്തിക്കൽ, ചെന്നുചേരൽ എന്നൊക്കെ. മൗറൂദ് എന്ന് പറഞ്ഞാൽ ഇറങ്ങുന്ന സ്ഥലം. അപ്പോൾ അവരിറങ്ങുന്ന ആ സ്ഥലം, ആ എത്തിക്കൽ, അത് എത്ര ചീത്തയായതാണ്. ഉത്തുബിഉ, അവർ പിന്തുടർത്തപ്പെട്ടു. ഫീ ഹാദിഹി, ഇവിടെ ദുനിയാവിൽ, ലഅനത്തൻ, ശാപം. വയൗമൽ ഖിയാമ, ഖിയാമത്തിൻ്റെ അന്നും, അന്ത്യനാളിൻ്റെ അന്നും. ബിഇസ റിഫ്ദുൽ മർഫൂദ്, ബിഇസ, എത്ര ചീത്തയാണ്, റിഫ്ദു, ആ സമ്മാനം. അൽ മർഫൂദ്, നൽകപ്പെടുന്ന, സമ്മാനമായി നൽകപ്പെടുന്ന ആ സമ്മാനം, അത് എത്ര ചീത്തയായിരിക്കും. അള്ളാഹു നമ്മയൊക്കെ കാത്തുരക്ഷിക്കട്ടെ. നരകത്തെ സംബന്ധിച്ചാണല്ലോ പറഞ്ഞു വരുന്നത്. ഫിർഔൻ ആ സംഘത്തിൻ്റെ നേതാവാണ്. അവർ ഫിർഔനിൻ്റെ കൽപ്പനയെ പിന്തുടർന്നു എന്നാണല്ലോ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. മൂസാ നബി അലൈഹിസ്സലാമയും ഹാറൂൻ നബി അലൈഹിസ്സലാമയും അവരെ അള്ളാഹുവിലേക്ക് വിളിച്ചപ്പോൾ ആ ആ പ്രമാണിമാർ ഫിർഔനിൻ്റെ കൽപ്പനകളെയും നിർദ്ദേശങ്ങളെയും പിന്തുടർന്നു. അതിന് കാരണം എന്താണ്? ദുനിയാവിൽ അതാണ് സുഖം, ദുനിയാവിൽ അതാണ് സുഖം. ഇങ്ങനെ സുഖമായിട്ട് ഇവിടെ എന്നും കഴിഞ്ഞുകൂടാൻ, കൊട്ടാരവാസികളായി കൊട്ടാരത്തിൻ്റെ ഓരം ചേർന്ന് അല്ലെങ്കിൽ ഭരണകൂടത്തിൻ്റെ വശം ചേർന്ന് ഇങ്ങനെ നിന്ന് എന്ന് ഇവിടെ സുഖിക്കാനാണ് അവരൊക്കെ ആഗ്രഹിച്ചത്. പക്ഷെ എന്താ സംഭവിച്ചത്? ഫിർഔൻ അവർക്ക് നേതൃത്വം കൊടുത്തത് എന്തിനാണ്? യഖ്ദുമു ഖൗമഹു, യഖ്ദുമു, ഖദമ യഖ്ദുമു എന്ന മുമ്പിൽ നടക്കുക എന്നാണ്. യൗമൽ ഖിയാമ, ഖിയാമത്ത് എന്ന വാക്കിനർത്ഥം നിൽപ്പ് എന്നാണ്. എന്തിനുള്ള നിൽപ്പാണ്? വിചാരണയ്ക്ക് വേണ്ടിയുള്ള ആ കാത്തുനിൽപ്പിനാണ് യൗമുൽ ഖിയാമ പറയുക. ഖാമ എന്ന നിന്നു എന്നാണ്, അതിനുണ്ടായ വാക്കാണ് ഖിയാമത്ത്. അപ്പോൾ ആ നിൽപ്പിൻ്റെ ദിവസം എല്ലാവരും വിചാരണയ്ക്ക് വേണ്ടി ഖബർ തുറന്ന്, ഖബറിന്ന് നമ്മളൊക്കെ ഇറങ്ങേണ്ടി വരുമല്ലോ. ഖബർ എന്നത്തേക്കുള്ള ഒരു സംവിധാനമല്ല, ബർസഖിയായൊരു ജീവിതമാണത്. അത് തുറന്നിട്ട് നമ്മളൊക്കെ പുറത്തിറങ്ങും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമാണ് ആദ്യം പുറത്തിറങ്ങുക ഖിയാമത്തിന്, ഖബർ തുറന്നിട്ടേ. ഞാൻ പറഞ്ഞിട്ടുണ്ട് അത്. ആദ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, പിന്നെ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ ക്രമത്തിൽ. പിന്നെ ജന്നത്തുൽ ബഖീ എന്ന് പറഞ്ഞ ബഖീഉൽ ഗർഖദ്, മദീന പള്ളീൻ്റെ അടുത്തുള്ള ജന്നത്തുൽ ബഖീ എന്ന് പറയുന്ന അവിടെ കിടക്കുന്ന ആൾക്കാർ, അവരൊക്കെയാണ് ആദ്യം വിചാരണക്കായിട്ട് മുന്നിലുണ്ട്. അവരൊക്കെ റസൂലിൻ്റെ അടുത്ത് റസൂലിനോട് പൊതിഞ്ഞ് നിൽക്കുന്ന, ചുറ്റി നിൽക്കും. അപ്പോൾ ആദ്യം അള്ളാഹിൻ്റെ റസൂൽ ഖബറിന് പുറത്തിറങ്ങും, പിന്നെ അബൂബക്കർ സിദ്ദീഖാണ് ഖബർ തുറന്ന് പിന്നെ ഇറങ്ങുക, പിന്നെ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു, പിന്നെ ബഖീ. അതുകൊണ്ടാണ് മദീനത്തു നിന്ന് മരിക്കണം എന്നൊക്കെ ആൾക്കാർ ആഗ്രഹം പറയാറുണ്ടല്ലോ, അതുകൊണ്ടാണ്.
അപ്പോൾ ആ ദിവസം ഫിറൗനും കൂട്ടരും എങ്ങനെയായിരിക്കും? ഫിറൗനും കബറിന്ന് പുറത്തിറങ്ങും. എവിടെ? പിരമിഡിൻ്റെ ഉള്ളിലാണോ? ഇപ്പോൾ അയാൾ ഇവിടെ ഉണ്ടല്ലോ, മ്യൂസിയത്തിലുണ്ട്. ജീവൻ വെച്ചിട്ട് ഇറങ്ങും അയാൾ. ഒരു കൊടിയൊക്കെ ഉണ്ടാവും അയാൾക്ക്. കൊടി എന്തിനാ? മുന്നിൽ നടക്കുന്ന ആളെ കൊടി ഇങ്ങനെ കണ്ട് ബാക്കിലുള്ളവർക്ക് ഒപ്പം നടക്കാണ്. ഫിറൗനാണ് ആ സംഘത്തിന് നേതൃത്വം കൊടുക്കുക. അയാൾ ജനങ്ങളെ നയിച്ച് കൊണ്ടുപോകും. സിന്ദാബാദ് വിളിക്കുമ്പോൾ നമ്മൾ നല്ലോണം കരുതണം. ഇവർ നമ്മളെ അങ്ങോട്ടാ കൊണ്ടുപോകണമെന്ന് ആലോചിച്ചിട്ട് നമ്മളെല്ലാവർക്കും, നമ്മളൊക്കെ അങ്ങനെ വേണ്ടത്. ഇവർ നമ്മളെ നയിക്കുന്നത് സ്വർഗത്തിൻ്റെ വഴിക്കോ നരകത്തിൻ്റെ വഴിക്കോ നല്ല ഓർമ്മ വേണം നമുക്കൊക്കെ. യഖ്ദുമു ഖൗമഹു, അയാളുടെ ജനതയെ നയിച്ചു കൊണ്ടുപോകും. യൗമൽ ഖിയാമത്തി, അന്ത്യനാളിൻ്റെ അന്ന്. ഫൗറദഹും, എന്നിട്ട് എങ്ങോട്ടാ ചെന്ന് ചാടിക്കുക? ഔറദ, വെള്ളം കുടിക്കാൻ കൊണ്ടുപോകണീനാണ് ഔറദ അറിയാം. ഔറദ വെള്ളം കുടിക്കാൻ കൊണ്ടുപോകണീനാണ്. ഇവിടെ നരകത്തേക്ക് കൊണ്ടുപോകണതാണ് പറഞ്ഞിരുന്നത്. വാരിദ്, അർസലു വാരിദഹും, യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കഥ പറഞ്ഞിട്ട് അവിടെ ഉണ്ട് വാരിദ്. അവർ നരകത്തിലേക്ക് അവരെ കൊണ്ടെത്തിക്കും. എന്ന് വെച്ചാൽ അയാൾക്ക് ദുന്യാവിൽ സിന്ദാബാദ് വിളിച്ച് സുഖമായിട്ട് കഴിയാം, ഇത് നിത്യമാണ്, ഈ അധികാരവും ഈ ഭരണവും ഞങ്ങൾക്ക് നിത്യമുള്ളതാണ് എന്ന് മനസ്സിലാക്കി ഫിറൗനും സംഘവും. അയാൾക്ക് സിന്ദാബാദ് വിളിച്ചുകൊണ്ട് കുറേ ആൾക്കാർ, ഇത് ശരിയാണ്, ഇതെല്ലാം സുഖമുള്ളതാണല്ലോ, കുറേ അടിമകളുണ്ട് പണിയെടുക്കാൻ. അപ്പോൾ ഈ കൊട്ടാരവാസം, ഈ അധികാരം, ഈ ഭൂരിപക്ഷം, ഈ സ്വാധീനം, അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ നല്ല സൗകര്യമാണല്ലോ. എത്രയാണ് അകമ്പടി, അവരുടെ കാറും, അവരിങ്ങോട്ട് ഇറങ്ങുമ്പോഴേക്ക് കാറിൻ്റെ വാതിൽ തുറന്നു കൊടുക്കാൻ വരെ ആളുകളല്ലേ. അത്തരത്തിലുള്ള അവരൊക്കെ ഈ ഫിറൗനും അങ്ങനെ തന്നെയാണ്. അയാൾക്ക് ആവശ്യമായ ഒത്താശയും സൗകര്യം ചെയ്തു കൊടുക്കാൻ അടിമകൾ, പണിക്കാർ. ഫൗറദഹും അന്നാറ, അങ്ങനെ അയാൾ അവരെ നരകത്തിൽ കൊണ്ടെത്തിച്ചു എന്നാണ്. ബിഇസൽ വിർദു, ആ ചന്നത്തിലുണ്ടല്ലോ വിർദ്, അതാണ് വിർദ് പറഞ്ഞ. വറദാർണ വന്നു എന്നാ, വെള്ളം എടുത്തു കൊടുക്കുന്നതിനൊക്കെ വാരിദ് എന്ന് പറയും. അങ്ങനെ ഒരു പ്രയോഗമുണ്ട്. ബിഇസൽ വിർദു, ബിഇസ നമുക്കറിയില്ല, നിഅമ ബിഇസ, നിഅമ എന്നുള്ളതിൽ വിപരീതമാണ് ബിഇസ, ചീത്ത, നീ മോശമായത് എന്നൊക്കെ. അൽ വിർദു, ചെന്ന് ചേരൽ, അൽ മൗറൂദ്, ഇറങ്ങുന്ന സ്ഥലത്തേക്കുള്ള താവളത്തിലേക്കുള്ള ചെന്നു ചേരൽ, അത് എത്ര മോശമായിരിക്കും. അല്ലാഹു, അതാണ് നമ്മൾ അങ്ങനെയൊക്കെ ആയത്ത് ഓതുമ്പോൾ ഉണ്ടല്ലോ, അല്ലാഹ് കാക്കണേ നരകത്തിൻ്റെ വഴിയിലേക്ക് നയിക്കുന്നതിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ നേതാക്കളെയും തടയണം, ഞങ്ങളെ സ്വർഗത്തിൻ്റെ വഴിയിലേക്ക് നയിക്കാൻ അവർക്ക് തൗഫീക്ക് നൽകണം. അതാണ് നമ്മൾ ദുആ ചെയ്യുമ്പോൾ പറയാറില്ല, നമ്മുടെ നേതാക്കന്മാർക്ക് സൽബുദ്ധി തോന്നിപ്പിക്കണമേ, നമ്മുടെ കുട്ടികൾക്ക് നേരായ വഴി കാണിച്ചു കൊടുക്കണേ എന്നൊക്കെ പറഞ്ഞതാണ്. ബിഇസൽ വിർദുൽ മൗറൂദ്, ചെന്നെത്തുന്ന ആ താവളം എത്ര ചീത്തയായതായിരിക്കും. അപ്പോൾ അള്ളാഹിനോട് കാവലിനെ ചോദിക്കണം. ഫി ഹാദിഹി ദുനിയ, ഇത് നമ്മൾ പിന്നെ ഈ സൂറയിൽ തന്നെ 60-ാമത്തെ ആയത്തിൽ പഠിച്ചിട്ടുണ്ട്. അവർ പിന്തുടർത്തപ്പെട്ടു ഫി ഹാദിഹി ദുനിയ, ഈ ദുനിയാവിൽ തന്നെ. ഫി ഹാദിഹി, ഇവിടെ, അവിടെ പറഞ്ഞ 60-ാമത്തെ ആയത്ത് പറഞ്ഞ ഫി ഹാദിഹി ദുനിയ എന്നാണ്, ഈ ദുനിയാവിൽ തന്നെ എന്നാണ്. ലാഇനത്തൻ, ശാപ, എല്ലാവരും അല്ല ശപിക്കാളി. ഫിറഔൻ എന്ത് അന്യായമാണ്, എന്ത് അക്രമമാണ് ജനങ്ങളോട് ചെയ്തത്. ജീവിച്ചിരിക്കുന്ന കാലത്തും നീ മരിച്ചിട്ട് ജനങ്ങളെ ഒഴിവാക്കുക, അയാൾ ഇല്ല, മരിച്ചിട്ടും അനുയായികളെയും കൊണ്ട് നേരെ നരകത്തേക്ക് പോകും. അപ്പോൾ ഈ ഫിറൗൻ്റെ ജഡം കാണുമ്പോൾ നമ്മളൊക്കെ പെട്ടെന്ന് അയാളുടെ ദുര്യോഗം ഓർത്തിട്ട് ശപിക്കുകയാണ് ചെയ്യുക. എന്തൊരു ദുര്യോഗമാണ് ആ മനുഷ്യൻ, എന്തായാലും കാരണം ഞാനാണ് ദൈവം എന്ന് വരെ പറഞ്ഞൊരു ഘട്ടത്തിൽ, ഞാനാണ് ദൈവം, എൻ്റെ കൽപ്പനകൾ നിങ്ങൾ സ്വീകരിക്കണം എന്ന് വരെ പറയുകയുണ്ടായി. അപ്പം അയാളുടെ ആ ദുര്യോഗം, അതാണ് ലോകത്ത് ഇന്ന് 20 കോടി മുസ്ലിമീങ്ങൾ കണക്കിലെങ്കിലും ഉണ്ടല്ലോ, അതിലിനി ഏറ്റവും ചുരുങ്ങിയ 10 കോടി യഥാർത്ഥ മുസ്ലിമീങ്ങളാന്ന് വെക്കുക. അവരൊക്കെ ഈ ഫിറൗൻ എന്താ ചെയ്യുന്നത്? ശപിക്കുകയാണ്. കാരണം മൂസാ നബി അലൈഹി സ്വലാം, ഹാറൂൻ നബി അലൈഹി സ്വലാം ഇവരെയൊക്കെ ഏറെ ദ്രോഹിച്ച മനുഷ്യനാണ്. അപ്പം അതുകൊണ്ട് ഈ ദുനിയാവിൽ അവർക്ക് ശാപം. യൗമൽ ഖിയാമ, പിന്നെ ഖിയാമത്തിൻ്റെ അന്ന് അള്ളാഹിൻ്റെ ശാപം ഉള്ളതുകൊണ്ട് അവർ നശിച്ചത്. മലക്കുകളുടെ ശാപം, വിശ്വാസികളുടെ ശാപം. പിന്നെ ആരുടെ ശാപം ഉണ്ടാവും? അയാൾ മുഖാന്തിരം നരകത്തിൽ ചേർന്ന ആൾക്കാർ ഏതായാലും ശപിക്കുമല്ലോ. അയാൾ മുഖാന്തരം, അയാൾ കാരണക്കാരനായിട്ട് അയാൾ വഴി വഴപ്പിച്ചിട്ട് ഒരുപാട് ആൾക്കാർ, നേതാക്കന്മാർ വളരെ ഗൗരവത്തിൽ കാണേണ്ട കാര്യമാണ്. അവർ മുഖാന്തരം ആരെങ്കിലും നരകത്തിൻ്റെ വഴി തിരഞ്ഞെടുത്താൽ പണ്ഡിതന്മാർ കാണണം, പ്രഭാഷകന്മാർ കാണണം, അത് അപകടമാണ്. അവരൊക്കെ
അവരെ ശപിക്കും. വയൗമൽ ഖിയാമ ബിഇസ റിഫ്ദു, റിഫ്ദ് പറഞ്ഞ സമ്മാനാണ്. അവരിവിടെ ദുനിയാവിൽ ഇങ്ങനെ സുഖിച്ച് മതിച്ച് കഴിയാമെന്ന് വിചാരിച്ചു, എന്നിട്ട് അവർക്ക് കിട്ടിയ സമ്മാനം എന്താണ്? ഈ നരകമാണ്. ബിഇസ റിഫ്ദു അൽ മർഫൂദ് പറഞ്ഞാൽ എന്താ? റഫദാറിന് നൽകി, മർഫൂദാണ് നൽകപ്പെട്ടത്. ഇപ്പം നൽകപ്പെടുന്ന സമ്മാനം ഒരു പരിഹാസമാണത്. അവർക്ക് നൽകപ്പെടുന്ന സമ്മാനം ബിഇസ, എത്ര ചീത്തയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നരകാഗ്നിയിൽ നിന്ന് നമ്മെ എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാവട്ടെ. നമ്മളെ നേരായ വഴിയിലേക്ക് നയിക്കാൻ നമ്മുടെ നേതാക്കന്മാർക്ക് നേരായ ബുദ്ധി ഹിദായത്ത് നൽകി അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. ഒന്നുകൂടി അർത്ഥം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. ഇത് ഇപ്പം ഈ വറദ ഉറൂദ് എന്നുള്ള വാക്കൊക്കെ ഒന്ന് മനസ്സിലാക്കി. അത് സൂറത്തു മറിയമിൽ വ ഇൻ മിൻകും ഇല്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മൻ മഖ്ളിയ 71-ാമത്തെ ആയത്തിൽ നിങ്ങളെല്ലാവരും നരകത്തിൻ്റെ അടുത്ത് വരും. വ ഇൻ മിൻകും നിങ്ങളിൽ ഒരാളുമില്ല ഇല്ലാ വാരിദുഹ അവിടെ വന്നിട്ടല്ലാതെ വരുന്നവനായിട്ടല്ലാതെ കാന അലാ റബ്ബിക ഹത്മൻ മഖ്ളിയ അത് നിൻ്റെ റബ്ബ് തീരുമാനിച്ച കാര്യമാണ്, നിർബന്ധമായി നടക്കും. പിന്നെ അല്ലാഹു പറഞ്ഞെന്താ? സുമ്മ നുനജ്ജിൽ ലദീന തഖൗ പിന്നെ മുത്തഖീങ്ങളെ നമ്മൾ അവിടുന്ന് രക്ഷപ്പെടുത്തും. വ നദറുൽ ളാലിമീന ഫീഹാ ജിസിയ അക്രമികളെ അവരെ മുട്ടുകുത്തി വീണവരായ നിലയിൽ അവിടെ നമ്മൾ അവശേഷിപ്പിക്കും, അവിടെ വിടും, നരകത്തിൽ വിടും. ഇപ്പോൾ എല്ലാവരും നരകം ഒന്ന് കാണും. എന്തിനാണ് നരകം കാണുന്നത്? അത് കാണുന്നത് എന്തിനാ? അതിൽ നിന്ന് നമ്മൾ വിശ്വാസികളെ അള്ളാഹ് പ്രതീക്ഷിക്കണം, പ്രാർത്ഥിക്കണം. എന്നാൽ അതോടൊപ്പം പേടിക്കുമാണ്. അബ്ദുല്ലാഹ് ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു പേടിച്ച് കരഞ്ഞ ആയത്താണ് ഈ സൂറത്തു മറിയമിൽ 71-72. നിങ്ങളെല്ലാവരും നരകത്തിൻ്റെ അടുക്കലേക്ക് വരും, പിന്നെ മുത്തഖീങ്ങളെ നമ്മൾ രക്ഷപ്പെടുത്തുന്നതാണ്. അപ്പോൾ അദ്ദേഹം കരഞ്ഞ എന്തിനാ? അവിടുന്ന് രക്ഷപ്പെടുത്തപ്പെടുന്നവരിൽ നമ്മൾ ഉണ്ടാകുമോ ഇല്ലേ നമുക്കറിയില്ല, നമ്മളവിടെ വരും, കഴിച്ചിലാകുമോയെന്നറിയില്ല. അതാണ് വറദ. അപ്പോൾ നമ്മളത് നല്ലോണം ഉൾക്കൊള്ളുക. നരകത്തെ സംബന്ധിച്ച് പറയുമ്പോൾ അതാണ് നിത്യമായ ജീവിതം, ഇതൊക്കെ താൽക്കാലിക ജീവിതമാണ്. നിത്യമായ ജീവിതത്തിൽ നരകത്തിൽ അകപ്പെടുമെന്ന് പേടിക്കണം. അങ്ങനെയുള്ള ആയത്തുകളിലൂടെ കടന്നു പോകുമ്പോൾ അള്ളാഹിനോട് ദുആ ചെയ്യണം. യഖ്ദുമു ഖൗമഹു അയാളുടെ ജനങ്ങൾക്ക് നേതൃത്വം നൽകുന്നു. യൗമൽ ഖിയാമത്തി അന്ത്യനാളിൽ അയാൾ അവരെ നയിക്കുന്നു. ഫൗറദഹുമുൻ നാറ അങ്ങനെ തീയിലേക്ക് കൊണ്ടെത്തിക്കുന്നു. വബീസൽ വിർദുൽ മൗറൂദ ചെന്നെത്തുന്ന സ്ഥലം, ആ ചെന്നു ചേരുന്ന സ്ഥലം അല്ലെങ്കിൽ ആ താവളം അത് എത്ര ചീത്തയായതായിരിക്കും. ആ ചെന്നു ചേരുന്ന സ്ഥലത്തിലേക്കുള്ള ചെന്നുചേരൽ, അതാണ് വിർദുൽ മൗറൂദ്. സ്ഥലത്തിലേക്കുള്ള താവളത്തിലേക്കുള്ള ചെന്നുചേരൽ ബിഇസ അതെത്ര മോശമാണ്, എത്ര ചീത്തയാണ്, എത്ര നികൃഷ്ടമാണ്. വഉത്ബിഉ ഫീ ഹാദിഹി അവർ ഇവിടെ പിന്തുടർത്തപ്പെട്ടു, അവരോടനുബന്ധമായി തന്നെ ഉണ്ടായിരുന്നു എന്നർത്ഥം. ലഅനത്തൻ ശാപം വയൗമൽ ഖിയാമ അന്ത്യനാളിലും അങ്ങനെ അഭിശപ്തരായി തീർന്നു. അള്ളാഹുവും അള്ളാഹുവിൻ്റെ അടിമകളും അവനെ ശപിക്കും. മൂമിനിങ്ങൾ ശപിക്കും, മലായിക്കത്ത് ശപിക്കും, നരകത്തിലകപ്പെട്ടവർ അവൻ കാരണം നരകത്തിൽപ്പെട്ടവർ ശപിക്കും. പിന്നെ അള്ളാഹിൻ്റെ ശാപം ഏതായാലും അതാണ് ഉത്ബിഉ ഫീ ഹാദിഹി ലഅനത്തൻ വയൗമൽ ഖിയാമ ഇവിടെയും ഖിയാമത്ത് നാളിലും അവന് ശാപമായിരിക്കും പിന്തുടർത്തപ്പെടുന്നത്. ബിഇസർ റിഫ്ദുൽ മർഫൂദ് അവന് സമ്മാനമായി നൽകപ്പെടുന്ന ആ സമ്മാനം എത്രയോ ചീത്തയാണ്. അല്ലാഹ് ഞങ്ങളെല്ലാവരെയും നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കുകയാണ്. ഞങ്ങളുടെ കുട്ടികൾക്കും ശരിയായ ഹിദായത്ത് നൽകി സ്വർഗമാർഗത്തിൽ ജീവിക്കാൻ, നരകമാർഗത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ തൗഫീക്ക് നൽകുമാറാകണേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.